പിന്നെ സ്ത്രീകൾ പ്രത്യേകിച്ച് അവരാണ് കൂടുതൽ അംഗങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ സന്തോഷം ഈ കാര്യത്തിൽ. ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം ആണുങ്ങൾ ഇങ്ങനെ കുറഞ്ഞു പോകാം. ഏതായാലും വളരെയധികം മനപ്രയാസത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ എഴുന്നേറ്റിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മൊയ്തീൻ മാഷ് നമ്മുടെ ജീവിതത്തിലൊക്കെ, ഞാനൊക്കെ എല്ലാ കാലത്തും എച്ച് എം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ചിത്രം നമ്മുടെ മൊയ്തീൻ മാഷിൻ്റെയാണ്. ജീവിതത്തിൽ ഒരുപാട് എച്ച് എമ്മമാരുടെ കൂടെ വർക്ക് ചെയ്യുകയും അതേപോലെ ഒരുപാട് എച്ച് എമ്മമാരുടെ കീഴിൽ പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എച്ച് എം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ചിത്രം മൊയ്തീൻ മാഷിൻ്റെയാണ്. കാരണം അത്രയേറെ നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ച ഒരു വ്യക്തിത്വം ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ MJ എന്ന് പറഞ്ഞാൽ മൊയ്തീൻ മാഷ് ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. പിന്നീട് അദ്ദേഹം MJയിൽ നിന്ന് കുറച്ചു കാലം വിട്ടു നിൽക്കുകയും പിന്നെ റിട്ടയർ ചെയ്യുകയൊക്കെ ചെയ്തതോടുകൂടിയാണ് അദ്ദേഹം ഇല്ലാത്ത ഒരു MJ ഉണ്ടായിട്ടുള്ളത്. അതുവരെയും അദ്ദേഹം ഇല്ലെങ്കിൽ MJ ഇല്ല എന്ന ഒരവസ്ഥയായിരുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. തുടക്കത്തിലൊക്കെ സ്കൂളിലേക്ക് എത്തിയ സമയത്ത് ഒരല്പം കടുകട്ടിയാണ് ഇവിടുത്തെ അച്ചടക്കമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് ജീവിതത്തിൽ നമ്മൾ വലിയ ഉത്തരവാദിത്വങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഈ അച്ചടക്കമില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനൊക്കെ പ്രത്യേകിച്ച് തകർന്നു പോകുമായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോഴും പലതരത്തിലുള്ള മൊത്തത്തിൽ ജീവിതത്തിൽ തന്നെ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ബേസിക്കലി ഒരു മടിയനാണ് ഞാൻ. മനുഷ്യന്മാരെല്ലാവരും അങ്ങനെ തന്നെയാണ്, ബേസിക്കലി മടിയന്മാരാണല്ലോ. എന്നാലും കുറേ ആളുകളെങ്കിലും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്യുന്ന ആളുകളായിരുന്നു. പക്ഷേ അതിനേക്കാൾ കൂടുതൽ, സാധാരണയേക്കാൾ കൂടുതൽ മടിയനായിരുന്നു ഞാൻ. ഒരുപക്ഷെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുമെന്നുള്ള വലിയ സന്ദേശം നമ്മുടെ മനസ്സിലേക്ക് നമ്മളറിയാതെ എത്തിച്ച ആളാണ് പിന്നെ മൊയ്തീൻ മാഷ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ മരണമടക്കം നമുക്ക് വലിയ സന്ദേശമാണ് നൽകുന്നത്. ഒരുപക്ഷെ നമ്മൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയത് അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു വലിയ സൽക്കർമ്മമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത്, അതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് അയാൾ ബാക്കി വെക്കുന്ന ഒരു അനുഭവങ്ങളും അയാൾ ബാക്കി വെക്കുന്ന സന്ദേശങ്ങളുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സന്ദേശങ്ങൾ ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് ആളുകൾക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാനുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും അതിൽ നിന്നൊക്കെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതം കുറെ കൂടി മെച്ചപ്പെട്ടതാക്കാൻ നമുക്ക് കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ സൽക്കർമ്മമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന ഇതിൻ്റെ ഭാരവാഹികളും അല്ലാത്തവരുമായ എല്ലാ ആളുകളെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വന്തം നിലക്കും കമ്മിറ്റിക്ക് വേണ്ടിയും സ്വാഗതം ചെയ്തുകൊണ്ട് പ്രസിഡന്റിനെ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.